അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കേന്ദ്ര പദ്ധതികളിലൂടെ തിരൂരങ്ങാടി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി റിജു സി രാഘവ് തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റലൈസേഷൻ, തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം, ഗ്രാമീണ വികസനം, സാമ്പത്തിക ശാക്തീകരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി ഗ്രാമ നഗര മേഖലകളെ ശാക്തീകരിക്കും. PM ഗതിശക്തി, സ്വച്ഛ് ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനോടൊപ്പം സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി സമന്വയിപ്പിച്ച് മാതൃകാ മണ്ഡലമായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. തിരൂരങ്ങാടിയുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തി മെച്ചപ്പെട്ട ഗതാഗത സൗകര്യത്തിനായി നിരത്തുകൾ നവീകരിക്കും. നൈപുണ്യ വികസനം, പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രങ്ങൾ വഴി യുവാക്കൾക്ക് ഉയർന്ന നിലവാരമുള്ള തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തമാക്കും. ഗ്രാമീണ വികസന പദ്ധതികൾ, പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്നിവ ഉൾപ്പെടുത്തി സർവ്വമേഖലയിലും വികസന സ്പർശമെത്തിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ, അമൃത് നഗര പദ്ധതി തുടങ്ങിയവയിലൂടെ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി നഗരസഭകളിലും എടരിക്കോട്, നന്നമ്പ്ര, തെന്നല, പെരുമണ്ണ, ക്ലാരി പഞ്ചായത്തുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. തിരൂരങ്ങാടിയുടെ ചരിത്ര പൈതൃകത്തിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് വികസനം സാധ്യമാക്കുമെന്ന് മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിൽ റിജു സി രാഘവ് പറഞ്ഞു. തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് UA റസാഖ് സ്വാഗതവും ട്രഷറർ ഷെനീബ് മൂഴിക്കൽ നന്ദിയും പറഞ്ഞ പരിപാടിയിൽ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീരാഗ് മോഹൻ, ശശിധരൻ പുന്നശ്ശേരി, കുന്നത്ത് ചന്ദ്രൻ, കളത്തിൽ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രൊജക്ടുകളും കമ്പനികളൊക്കെ വരുന്ന തരം ചെറിയ ചെറിയ സംരംഭങ്ങൾ പരിപാടിയായിട്ട് വളർന്നു വരുന്ന പല കമ്പനികളും നമ്മളെ മുന്നിൽ പൂട്ടിപ്പോയതും കമ്പനിയിൽ ആത്മഹത്യ ചെയ്തൊക്കെ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറിയിട്ട് അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി നമുക്ക് സർക്കാരുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ BJP മുന്നോട്ട് വയ്ക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ, സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും അത്തരത്തിൽ യുവാക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നാളെയുടെ ഭാവി ഭദ്രമാക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യാനുള്ളത്. പരപ്പനാടൻ പൾസ്.